ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമിൻ്റെ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏകലവ്യ ബാച്ചിൻ്റെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ 0 to ഹീറോ ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ ഏകലവ്യ ബാച്ച്. അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജിൻ്റെ 16ഓളം ക്ലാസ്സുകളായി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ വളരെ വലിയ ക്ലാസ്സുകളൊന്നുമല്ല, ചെറിയ ചെറിയ ക്ലാസ്സുകളാണ്. പക്ഷേ നിങ്ങളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കും. എന്ന് തീർക്കുമെന്ന് എനിക്കറിയില്ല, എന്ന് കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല. പക്ഷേ പഠിക്കുന്ന സമയത്ത്, ഈ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പക്ഷേ ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 0 ലെവൽ മുതൽ ഹൈ ലെവൽ വരെയുള്ള കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി LCM SCF കംപ്ലീറ്റ് ആക്കി, ടൈം ആൻഡ് വർക്കിൻ്റെ 2 ക്ലാസ് ചെയ്തു, ബാക്കി കാൽക്കുലേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ പെർസെൻറ്റേജ്, ഇപ്പോൾ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മാത്സ് നിങ്ങൾക്ക് സ്ട്രോങ് ആക്കണമെങ്കിൽ പെർസെൻറ്റേജ് നല്ല സെറ്റ് ആയെങ്കിലേ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഏകദേശം 100 ക്വസ്റ്റ്യനോളം ചെയ്യാറായി. അപ്പോൾ 100 ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ പെർസെൻറ്റേജ് വേറെ എവിടെയും പോയി നോക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല, അത്രയധികം സെറ്റായിരിക്കും. അങ്ങനെ ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യുകയാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മളെ CGLൻ്റെ ക്രാഷ് കോഴ്സുകളും കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ എഴുതുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു SSCയുടെ ഏത് എക്സാം എഴുതുന്നവരാണെങ്കിൽ കൂടി ആ ക്ലാസ്സുകളെല്ലാം കാണാൻ ശ്രമിക്കുക. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിനകത്ത് നല്ല സ്കോർ കിട്ടാൻ സഹായിക്കുന്ന ക്ലാസ്സുകളാണ്. അതെല്ലാം കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഏകലവ്യയിലെ പെർസെൻറ്റേജിൻ്റെ അടുത്ത ക്ലാസ്സാണ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ എല്ലാവർക്കുമായിട്ട് ഒരുപാട് പേര് കമൻറ്റിലൂടെ പറയുന്നു, ഒരുപാട് പേർക്കും അറിയില്ല ഇതെന്താണ്, ചാനൽ എന്താണെന്ന് അറിയില്ല, ഇതിലെ കണ്ടൻറ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി ബാക്കിയുള്ള ചാനലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറയുക. പറഞ്ഞ് എല്ലാവരുടെ അടുത്തും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് ഇത് അറിയാതിരിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ എന്താ വേണ്ടുന്ന ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അത് അറിയാതിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അറിയാതിരിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു വട്ടം ക്ലാസ് കണ്ടിട്ടുള്ളവർ യെസ്, നിങ്ങൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ഇതുവരെ 92ഓളം ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കൺസെപ്റ്റും നമ്മൾ പെർസെൻറ്റേജിൻ്റെ പഠിച്ചു. ഇനി നമുക്ക് പുതിയ ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകളും പിന്നെ ക്വസ്റ്റ്യൻസും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ, ഒരു ഓഫീസിൽ 900 എംപ്ലോയീസ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ഡേയിൽ എക്സെപ്റ്റ് ഫോർ 10% ഓഫ് ദ ഫീമെയിൽ എംപ്ലോയീസ്, ഓൾ ദ എംപ്ലോയീസ് എന്താണ് പെർസെൻ്റ് ആണ്. ഓൺ ദ നെക്സ്റ്റ് ഡേ എക്സെപ്റ്റ് ഫോർ 8% ഓഫ് ദ മെയിൽ എംപ്ലോയീസ്, ഓൾ ദ എംപ്ലോയീസ് വെയർ പ്രസൻറ്റ്. ദ നമ്പർ ഓഫ് എംപ്ലോയീസ് പ്രസൻറ്റ് ഓൺ ഈച്ച് ഓഫ് ദീസ് 2 days വാസ് ദ സെയിം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദ നമ്പർ ഓഫ് എംപ്ലോയീസ് പ്രസൻറ്റ് ഓൺ ഈച്ച് ഓഫ് ദീസ് 2 days. അപ്പോൾ ഈ ഒരു ഏകലവ്യ ബാച്ചിൻ്റെ ക്ലാസ് SSC GD മുതൽ MTS മുതൽ നമ്മളുടെ CGL വരെയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ റെയിൽവേ എക്സാം എല്ലാ ലെവലിലുള്ള എക്സാമിനും പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത്രയും വരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർ മാത്രമേ അടുത്ത ക്ലാസ് എന്തായാലും കാണാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട്. അപ്പോൾ നിങ്ങളെനിക്ക് വ്യൂ ഒന്നും അല്ല, നിങ്ങൾ പഠിക്കുക, അത്രേ ഉള്ളൂ. കറക്റ്റായിട്ട് അത് കംപ്ലീറ്റ് ആക്കി പഠിക്കുക, അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ദ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് ഓൺ പേറോൾസ് ഇൻ ദിസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എത്ര മെയിൽ എംപ്ലോയീസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ 2-3 രീതി ചെയ്യാം. ഒന്ന് പേന എടുക്കാതെ ചെയ്യും, ഒന്ന് നമുക്ക് അല്ലാതെ എഴുതി ചെയ്യാം. അപ്പോൾ അത് ഞാൻ എഴുതി ചെയ്യുന്ന വഴി പറയാം. ഫസ്റ്റ് ഡേയിൽ എന്താ, 10% ഓഫ് ദ ഫീമെയിൽ എംപ്ലോയീസ് വന്നില്ല. അപ്പോൾ 10% ഓഫ് ദ ഫീമെയിൽ എംപ്ലോയീസ് വന്നില്ലെന്ന് പറഞ്ഞാൽ 90% ഓഫ് ദ ഫീമെയിൽ എംപ്ലോയീസ് എന്ത് ചെയ്തോളൂ, വന്നോളൂ. അതായത് അവിടുത്തെ ആബ്സെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എത്രയാണ്, 10% ഫീമെയിൽ എംപ്ലോയീസ്. അപ്പോൾ 900 എംപ്ലോയീസിൽ 10% ഫീമെയിൽ എംപ്ലോയീസ് വന്നില്ല, ബാക്കി ആൾക്കാർ വന്നു. അടുത്ത ദിവസം എന്താ, 8% മെയിൽ എംപ്ലോയീസ് വന്നില്ല. 8% മെയിൽ എംപ്ലോയീസ് വന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നു ദ നമ്പർ ഓഫ് എംപ്ലോയീസ് പ്രസൻറ്റ് ഓൺ ഈച്ച് ഓഫ് ദീസ് 2 days സെയിം. അപ്പോൾ അങ്ങനെ ടോട്ടൽ ആൾക്കാർ 900 ആണ്. അതിനകത്ത് ഇവർ പറയുന്നു ഫസ്റ്റ് ദിവസവും കുറച്ച് ആൾക്കാർ വന്നില്ല, ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാർ വന്നില്ല. സെക്കൻഡ് ദിവസം മെയിൽ ആയിട്ടുള്ള ആൾക്കാർ വന്നില്ല. പക്ഷേ ടോട്ടൽ അറ്റൻഡൻസ് സെയിം ആണെന്ന് പറഞ്ഞു. അങ്ങനെ ടോട്ടൽ വന്ന ആൾക്കാരുടെ എണ്ണം സെയിം ആവണം എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ആബ്സെൻ്റ് ആയവരും സെയിം ആവണ്ടേ. ടോട്ടൽ ആൾക്കാർ ഒരു ഫിക്സഡ് വാല്യൂ ആണ്. അതിനകത്ത് അവർ പറയുന്നു കുറച്ച് ആൾ വരാത്തപ്പോഴും മറ്റേത് കുറച്ച് ആണുങ്ങൾ വരാത്തപ്പോഴും ടോട്ടൽ ആൾക്കാരുടെ എണ്ണം സെയിം ആയി. അതിൻ്റെ അർത്ഥം എന്താ, വരാതിരുന്ന ആൾക്കാരും എന്തായിരിക്കും, സെയിം ആയിരിക്കും. നമുക്ക് പറയാം 10% ഓഫ് ഫീമെയിൽസിൻ്റെ എണ്ണം, ഫീമെയിൽസിൻ്റെ F ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും 8% ഓഫ് മെയിൽസിൻ്റെ എണ്ണം. അപ്പോൾ നമുക്ക് ഫീമെയിൽ ബൈ മെയിലിൻ്റെ വാല്യൂ കിട്ടും 8/10, പെർസെൻറ്റേജ് പോയി 8/10 4/5 എന്ന് കിട്ടും. ഫീമെയിലിൻ്റെ മെയിലിൻ്റെ എണ്ണം കിട്ടി 4/5. അതായത് ഫീമെയിൽ 4 യൂണിറ്റ് ആണെങ്കിൽ മെയിൽ എത്രയാണ്, 5 യൂണിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 5 4 9 യൂണിറ്റ് ആണ് വരുന്നത്. 9 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ഒറിജിനലായിട്ട് 900 എംപ്ലോയീസ് 900 എന്ന് പറഞ്ഞിട്ടുള്ളത്. ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് എത്രയാണ്, 5 യൂണിറ്റ് ആണ്. 5 യൂണിറ്റ് എത്രയാണ്, 500 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിലും എന്തിൻ്റെ ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ 90 ക്വസ്റ്റ്യനോളം ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. പിന്നെ ഈ ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ക്ലിക്ക് ആവണം. 10% ഓഫ് ഫീമെയിൽ ഈക്വൽ ടു 8% ഓഫ് മെയിൽ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്
ഫീമെയിലിൻ്റെ കൂടെ കിടക്കുന്ന വാല്യൂ ആയിരിക്കും മെയിലിൻ്റെ വാല്യൂ, മെയിലിൻ്റെ കൂടെ കിടക്കുന്ന വാല്യൂ ആയിരിക്കും ഫീമെയിലിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫീമെയിൽ ബൈ മെയിൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യാം. ഫീമെയിൽ എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ കൂടെ കിടക്കുന്ന 8 ആണെങ്കിൽ മെയിൽ എന്ന് പറഞ്ഞാൽ ഫീമെയിലിൻ്റെ കൂടെ കിടക്കുന്ന 10 ആണ്. റേഷ്യോ 8:10, അതായത് 2 വെച്ച് കിട്ടുമ്പോൾ 4:5, 4 ഫീമെയിൽ ആണെങ്കിൽ 5 മെയിലാണുള്ളത്. അപ്പോൾ 4 5 9, 9 യൂണിറ്റിൻ്റെ വാല്യൂ 900 ആണെങ്കിൽ നമുക്ക് എത്ര വാല്യൂ ചോദിച്ചിരിക്കുന്നത്? 5ൻ്റെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്. 5ൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 500. പേന എടുക്കാതെ ചെയ്യാൻ പറ്റും, പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പെൻ ഫ്രീ ആയിട്ട് തന്നെ എല്ലാവരും പേന എടുക്കാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. യെസ്, അടുത്ത ഇപ്പം നിങ്ങളുടെ ഈ ഒരു ഏകലവ്യ ബാച്ചിൽ ഒരിക്കലും ഞാൻ പെൻ ഫ്രീ മേഖല മാത്രം പറയില്ല, അതിൻ്റെ ഡീറ്റെയിൽഡ് വഴിയും കൂടെ പറഞ്ഞു തരും. പക്ഷേ നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ അവസാനത്തെ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇത് പേന എടുക്കാതെ ചെയ്യണം എന്നുള്ളതായിരിക്കണം. അത് ഏത് എക്സാം ആയിക്കോട്ടെ, CGL എക്സാമിന് മാത്രമല്ല ഈ പേന എടുക്കാതെ ചെയ്യുന്ന പരിപാടി. കാര്യം CGL എഴുതുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും MTS എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ടാണ് ഒരുപാട് പേർക്കും നമുക്ക് ആ ഒരു ജോലിയിലോട്ട് കയറാൻ പറ്റാത്തത്. യെസ്, ക്വസ്റ്റ്യൻ നോക്കൂ. പ്രൈസ് ഓഫ് 15 JS ഈസ് 20% മോർ ദാൻ ദ പ്രൈസ് ഓഫ് 8 ടേബിൾസ്. ഇഫ് ദ പ്രൈസ് ഓഫ് 2 ടേബിൾസ് ഈസ് ഇത്രയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 15 JS? അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇത് CHSLൻ്റെ ക്വസ്റ്റ്യൻ ആണ്. CHSL 16/3/2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറയുന്നു 15 JSൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 20% മോർ ദാൻ ദ പ്രൈസ് ഓഫ് 8 ടേബിൾസ്. അപ്പോൾ 2 ടേബിളിൻ്റെ വാല്യൂ ഇത്രയാണ്. ഇപ്പോൾ 2 ടേബിളിൻ്റെ വാല്യൂ ഇത്രയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 8 ടേബിളിൻ്റെ വാല്യൂ കിട്ടും. ഇപ്പോൾ 2 ടേബിളിൻ്റെ വാല്യൂ 24,000 ആണെങ്കിൽ 2 8 ആവണമെങ്കിൽ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ 24 × 4 എത്രയാണ്? ഡെയിലി ഈ ഏകലവ്യ ബാച്ചിൻ്റെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടവർ മാത്രമായിരിക്കും അത് കണ്ടിട്ടുള്ളവർ അത് ഫോളോ ചെയ്യുക. അത് എന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ, എന്ന് മുതൽ നിങ്ങൾ ആ വീഡിയോ കാണുന്നു, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലി കൈ കിട്ടുന്നവരെ നിങ്ങൾ ആ ഒരു മാത്സിൻ്റെ എക്സസൈസ് എന്ന് പറയുന്ന പരിപാടി ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഏത് എക്സാമായി എഴുതുന്നവരാണെങ്കിലും ഓക്കെ, അപ്പോൾ എഴുതുന്നവർക്ക് ആണെങ്കിൽ കാൽക്കുലേഷൻ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 × 4 ആണ് 8, 24 × 4 96. അപ്പോൾ 9600 ആണ് നമ്മളുടെ 8 ടേബിളിൻ്റെ പ്രൈസ്. അപ്പോൾ 8 ടേബിളിൻ്റെ പ്രൈസ് നമുക്ക് കിട്ടി. അപ്പോൾ 15 JSൻ്റെ പ്രൈസാണ് വേണ്ടത്. അപ്പോൾ 15 JSൻ്റെ പ്രൈസ് 20% മോർ ദാൻ പ്രൈസ് ഓഫ് 8 ടേബിൾസ്. അപ്പോൾ പ്രൈസ് ഓഫ് 8 ടേബിൾസ് കിട്ടി 9600. ഇതിനേക്കായി 20% കൂടുതലാണ്. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഡയറക്റ്റ് വാല്യൂ എടുത്ത് ചെയ്യാം. 20% എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 10% 960. അതിൻ്റെ ഇരട്ടി 960ൻ്റെ ഇരട്ടി എത്ര? 900ൻ്റെ ഇരട്ടി 1050, 60ൻ്റെ ഇരട്ടി 120, 1920. 9600ൻ്റെ കൂടെ 1920 കൂട്ടണം. അപ്പോൾ 9900 1900 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 10600, 11500, അതിലൂടെ 20, 11520. ഓപ്ഷൻ സി. അങ്ങനെ ചെയ്യാം. ഇനി റേഷ്യോ വെച്ച് ചെയ്യണമെങ്കിൽ ഇതെന്ത് ചെയ്യാം? 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ 5 ആണ് മോർ ദാൻ ദ പ്രൈസ് ഓഫ് 8 ടേബിൾസ്. 8 ടേബിൾസിൻ്റെ പ്രൈസ് 5 ആണെങ്കിൽ നമ്മളുടെ പ്രൈസ് ഓഫ് 15 JS എന്താണ്? 6 ആണ്. അപ്പോൾ ഇങ്ങനെ 5 × 6/5 കൊണ്ട് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ 120/100 കൊണ്ട് മൾട്ടിപ്ലൈ. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് എന്ത് എടുത്തോളൂ? ഇൻറ്റു 20 വരും. അതായത് 20 × 96 × 120. അപ്പോൾ 0, 12, 6, 72, 2, 7, 108, 7, 115. അങ്ങനെയും ചെയ്യാം. ഓക്കെ, പക്ഷേ ഇത് പേന എടുക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യണം. കാൽക്കുലേഷൻ അത്ര സ്പീഡായെങ്കിലേ പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ 8 ടേബിളിൻ്റെ വില നമുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ 20% കൂടുതലാണ് 15 JSൻ്റെ വില. ഇപ്പം 2 ടേബിളിൻ്റെ വില വന്നിട്ടുണ്ടെങ്കിൽ 8 ടേബിളിൻ്റെ വില കിട്ടി 9600. അതിന് പേന വേണ്ട, അതിനേക്കാൾ 20% കൂടണം. അപ്പോൾ അതിനെ ഇൻറ്റു 1.2 ചെയ്താൽ മതി. 20% കൂടുന്നു പറഞ്ഞാൽ 120%. ഒക്കെ നമ്മൾ പഠിച്ച ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ബേസിക് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ 120% എന്ന് പറഞ്ഞാൽ 120/100 ആണ്, 1.2 ആണ്. അപ്പോൾ ഇതിനെ 1.2 കൊണ്ട് ഗുണിക്കണം. അത് 9.6 ഇൻറ്റു 99600 × 1.2. 1.2 എന്ന് പറയുമ്പോൾ 9, 6 × 2 12, 2 അവസാനിക്കും, ബാക്കി 0 ആയിരിക്കും. അങ്ങനെയുള്ള ഇതുമല്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ സം അപ്ലൈ ചെയ്യാം. ഇൻറ്റു 1.2. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 2ൽ അവസാനിക്കും. ഇത് 5 × 6, 6 ആണ്. ഇതല്ല. അത് 2 7 1 8 1 9, 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ കാണേണ്ടത്, ഇതിന് മുന്നേ കാൽക്കുലേഷൻ സ്പീഡാക്കണമെങ്കിൽ കാണേണ്ട കാര്യങ്ങൾ ഡെയിലി മാത്സിൻ്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എക്സസൈസും പിന്നെ ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ്. ഇത് 2 കണ്ടേ നിങ്ങൾക്ക് സ്പീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. അടുത്തത്, യെസ്, ഇൻ എ സർട്ടൺ ഇയർ ദ പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഇത്രയായിരുന്നു. ഇഫ് ദ നെക്സ്റ്റ് ഇയറിൽ പോപ്പുലേഷൻ മെയിൽസ് ഇത്രയും കൂടി, ഫീമെയിൽ ഇത്രയും കൂടി, ടോട്ടൽ പോപ്പുലേഷൻ എത്രയായി? ഇത്രയായി. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ പോപ്പുലേഷൻസ് ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ ദ ഗിവൺ ഇയർ? അതായത് ഫസ്റ്റ് ഇയറിൽ ആ ഒരു പോപ്പുലേഷൻ്റെ എന്താണ് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് CGLന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, 18000 ആയിരുന്നു നമ്മളുടെ ഇനിഷ്യലായിട്ടുള്ള പോപ്പുലേഷൻ. അതവിടെ നിൽക്കട്ടെ. പോപ്പുലേഷൻ ഓഫ് മെയിൽസ് ഈസ് ഇൻക്രീസ് ബൈ 5%, ഫീമെയിൽ 7%.
ഇപ്പം നിങ്ങൾ അലിഗേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ. ഇപ്പോൾ 18,000 ഇപ്പോൾ ടോട്ടൽ ടി ആണെന്ന് വെച്ചു. ഇപ്പോൾ മെയിൽ പെർസെൻറ്റേജ് എനിക്ക് 5% കൂടി, ഫീമെയിൽ പെർസെൻറ്റേജ് എനിക്ക് ഓക്കെ ടോട്ടൽ ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലൂടെ കൂട്ടുന്നത്. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. മെയിലും 5% കൂടി, ഫീമെയിലും 5% കൂടി, മെയിലും 5% കൂടി, ഫീമെയിലും 5% കൂടി. ഇപ്പോൾ ടോട്ടൽ എത്ര ചേഞ്ച് വരുന്നത്? 5% ഓഫ് മെയിലും പ്ലസ് 5% ഓഫ് ഫീമെയിലും. അപ്പം ഞാൻ 5% കോമൺ എടുത്താൽ 5% ഓഫ് മെയിൽ പ്ലസ് ഫീമെയിൽ, അല്ലെങ്കിൽ 5% ഓഫ് ടോട്ടലാണ് എന്ത് ചെയ്തത്? കൂടിയത്. നമ്മളിവിടെ നിന്ന് എന്താ പഠിച്ചത്? പക്ഷേ ഇത് 5%ആണ് മെയിൽ കൂടിയത്, 7%ആണ് ഫീമെയിൽ കൂടിയത്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5% മെയിൽ പ്ലസ് 7% ഫീമെയിൽ, ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. വേറൊരു കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഈ 7% ഓഫ് ഫീമെയിലിനെ ഞാൻ എന്ത് ചെയ്യുവാണ്? ഞാനിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ് കേട്ടോ. 7% ഓഫ് ഫീമെയിലിനെ ഞാൻ എന്താക്കുവാണ്? 5% ഓഫ് ഫീമെയിൽ അധികം 2% ഓഫ് ഫീമെയിൽ എന്നാക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 5% ഓഫ് മെയിൽ പ്ലസ് 5% ഓഫ് ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 5% ഓഫ് മെയിൽ പ്ലസ് ഫീമെയിൽ, അതായത് 5% ഓഫ് ടോട്ടൽ കൂടി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാര്യത്തെ, ഈ ഒരു കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ബേസ് ആയിട്ട് വേണ്ടത്. പക്ഷേ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതൊരിക്കലും പേപ്പറും പേനയും എടുത്ത് അതിൽ ചെയ്യണമെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ 5%ആണ് മെയിൽ കൂടിയെങ്കിൽ ഫീമെയിലും 5% കൂടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ 2% ഫീമെയിൽ അവിടെ എക്സ്ട്രാ ആയിട്ട് കിടക്കുവാണ്. ഒറിജിനലായിട്ട് കൂടേണ്ടതായിരുന്നു, എന്നാൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടില്ല. അതൊരു ഓക്കെയാണ്. അപ്പോൾ 12,000 രൂപയുണ്ട്, 12,000 ആൾക്കാരുണ്ട്. ഇതിൻ്റെ 5% ആണ് കൂടിയത്. മെയിലും 5% കൂടി, ഫീമെയിലും 5% കൂടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടലിൻ്റെ 5% അല്ലേ കൂടേണ്ടത്? ടോട്ടലിൻ്റെ 5% ടോട്ടലാണ് കൂടേണ്ടത്. ഇതിൻ്റെ 5% എത്ര വരുന്നത്? 1,800 10%, അതിൻ്റെ പകുതി 900 ആയിരുന്നു കൂടേണ്ടത്. ഓക്കെ, 900 ആയിരുന്നു കൂടേണ്ടത്. പക്ഷെ എത്ര കൂടിയത്? 12,000 നിന്നും 19,200, അതായത് 1,200 കൂടി. 900 കൂടേണ്ട സ്ഥലത്ത് 5% വെച്ചായിരുന്നു രണ്ടുപേരും ഇൻക്രീസ് ചെയ്തിരുന്നു എങ്കിൽ 900 കൂടേണ്ട സ്ഥലത്ത് എത്ര കൂടി? 1,200 കൂടി. അതായത് എത്രൻ്റെ വ്യത്യാസം വന്നു? 900 നിന്ന് 1,200, 300ൻ്റെ വ്യത്യാസം വന്നു. എന്തുകൊണ്ടാണ് ഈ 300ൻ്റെ വ്യത്യാസം വന്നേ? നമ്മൾ ആരെ കൺസിഡർ ചെയ്തില്ല? നമ്മൾ 2% ഫീമെയിലിനെ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ 2% ഫീമെയിലിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 300. നമുക്ക് 100% ഫീമെയിൽ കണ്ടുപിടിക്കാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചാണ്. ഈ പെർസെൻറ്റേജ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. 2 വെച്ചിട്ടുമ്പോൾ ഇത് എത്ര വരും? 550 വരും. അതായത് 300 × 50, 15 കഴിഞ്ഞിട്ട് 3 0. അതായത് 15,000 ഫീമെയിൽ ഉണ്ടായിരുന്നു നമുക്ക് ഇനിഷ്യലി. 15,000 ഫീമെയിൽ ഉണ്ടെങ്കിൽ ടോട്ടൽ 12,000 ആണെങ്കിൽ എത്ര മെയിലേ ഉള്ളൂ? 3,000 മെയിലേ ഉള്ളൂ. 3,000 മെയിൽസേ അവിടെ ഉള്ളൂ. 3,000 മെയിൽസേ ഉള്ളൂ. ചോദിച്ചെങ്കിൽ എന്താ? റേഷ്യോ ഓഫ് പോപ്പുലേഷൻസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ. 3,000 റേഷ്യോ 15,000, അതായത് 1:5. 3,000ൻ്റെ 5 ഇരട്ടിയാണ്. 3,000ൻ്റെ 5 ഇരട്ടിയാണ് 15,000. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഇനിഷ്യൽ വാല്യൂ ഉണ്ടായിരുന്നു, ഇത്രയും കൂടി നമുക്ക് എന്താ റേഷ്യോ ആണ് വേണ്ടത്. 2 5 കൂടിയിരുന്നെങ്കിൽ ഇന്ന് 5% എത്ര കൂടിയേനെ? 900 കൂടിയേനെ. നമുക്ക് എത്ര കൂടിയത്? 1,200 കൂടി. എക്സ്ട്രാ 300 കൂടിയത്. എക്സ്ട്രാ 300 കൂടിയതിൻ്റെ കാരണം 2% ഓഫ് ഫീമെയിൽ ആണ്. 2% ഫീമെയിൽ 300 ആണെങ്കിൽ ടോട്ടൽ 100% എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് വെച്ചാൽ ഇൻറ്റു 50 ചെയ്യുക, അതായത് 15,000. 15,000 ആണ് നമ്മളുടെ ഫീമെയിലിൻ്റെ എണ്ണം. മെയിൽ എന്ന് പറഞ്ഞാൽ എത്ര വരും? 3,000 വരും. 3,000 റേഷ്യോ 15,000. നമുക്ക് എന്ത് ചെയ്യാം? 1:5 ഡയറക്റ്റ് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സ്പെൻഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ. ഒരു ആൾ സ്പെൻസ് 70% ഓഫ് ഹിസ് ഇൻകം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഹിസ് ഇൻകം ഇൻക്രീസ് ബൈ 25%. എക്സ്പെൻഡിച്ചർ ഓൾസോ ഇൻക്രീസസ് ബൈ 15%. ഫൈൻഡ് ദ നെറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഹിസ് സേവിങ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അലിഗേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അലിഗേഷൻ ക്ലാസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. അർജുന ബാച്ചിലെ ക്ലാസ്സുകളിൽ ഓൾറെഡി അലിഗേഷൻ്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ അലിഗേഷൻ്റെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് വേണ്ടി വരും. അലിഗേഷൻ ഫുള്ള് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അത് ഒരു 1-2 മണിക്കൂറത്തെ 1 മണിക്കൂറത്തിൽ കൂടുതലുള്ള ക്ലാസ് ആണ്. ഓക്കെ, ഇവിടെ നോക്കാം. ഒരാൾ 70% എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണയായി നിങ്ങളെ കോച്ചിങ് സെൻറ്ററുകളിലൊക്കെ പഠിപ്പിക്കുന്നത് ഇത് 100 വെച്ചിട്ട്, ഇൻകം 100 ആയിരുന്നു, 70 കൂടി, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ഇവിടെ പെർസെൻറ്റേജ് ആയതുകൊണ്ട് നമുക്കിവിടെ ആ 100 എടുക്കേണ്ട ആവശ്യമില്ല. കാൽക്കുലേഷൻ കുറച്ച് നമുക്ക് ചെയ്യാം. വലിയ ക്വസ്റ്റ്യൻസ് വരും, നല്ല പോയിന്റ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വരും. അവിടെ അലിഗേഷൻ വളരെ എഫക്റ്റീവാണ്. ഇപ്പോൾ 70% സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ 100 ഉണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ 70, ബാക്കി സേവിങ്സ് 30ആണ്. 70 30ആണ്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7:3. ടോട്ടൽ 10 ഉണ്ടെങ്കിൽ 7 സ്പെൻഡ് ചെയ്യും, 3 സേവ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുവാണ്? 7 3. 7 എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻഡിച്ചറാണ്, എസ് എന്ന് പറഞ്ഞാൽ സേവിങ് ആണ്. ഇനി നമുക്ക് എക്സ്പെൻഡിച്ചറിൻ്റെ താഴെ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? 15% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അലിഗേഷൻ്റെ ആ കൺസെപ്റ്റ് അറിഞ്ഞാലേ പറ്റൂ. അലിഗേഷൻ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ മലയാളത്തിൽ ക്ലാസ്സുകളുണ്ട്. അത്
നല്ല ക്ലാസ്സുകളുണ്ട്, അത് എടുത്ത് കാണാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ എക്സ്പെൻഡിച്ചർ 7 സേവിങ് 3 എക്സ്പെൻഡിച്ചറിൻ്റെ താഴെ എക്സ്പെൻഡിച്ചർ എത്ര കൂടുന്നത്? 15% കൂടുന്നു. നമ്മുടെ സേവിങ്സ്, നിങ്ങൾ എൻ്റെ സൊല്യൂഷൻ, നമ്മുടെ ഒലിവ് ബോണ്ടിൻ്റെ സൊല്യൂഷൻ കണ്ടാൽ അതിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻകം എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ് ആണ്. അപ്പോൾ ഇൻകം കൂടുന്നത് എത്രയാണ്? 24%. അപ്പോൾ നമുക്കിവിടെ സേവിങ്ങിലുള്ള ചേഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ അലിഗേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അലിഗേഷനിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തുള്ള ഗ്യാപ്പിൽ, ഈ ഗ്യാപ്പായിരിക്കും നമ്മളുടെ ഈ യൂണിറ്റിനെ, 3 യൂണിറ്റിനെ, റേഷ്യോയിലെ 3 യൂണിറ്റിനെ സൂചിപ്പിക്കുന്നത്. ഈ ഗ്യാപ്പ് എത്രയാണ്? 15, 24, 9%. അപ്പം 3 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 9%. അപ്പോൾ 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 3 9 ആണെങ്കിൽ 7 21. അതായത് ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 21%. അപ്പോൾ ഇവിടുന്ന് ഒരിക്കലും അലിഗേഷനകത്ത് ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മിഡിൽ വാല്യൂ ആയിരിക്കും. അപ്പോൾ അലിഗേഷൻ്റെ ഫുൾ കൺസെപ്റ്റ് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അലിഗേഷൻ അറിയാത്തവർ വേണമെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് അലിഗേഷൻ്റെ സമയത്ത് ഇത് പഠിക്കാം. യെസ്, അപ്പോൾ ഈ 3ൻ്റെ വാല്യൂ 9 15 നിന്ന് 24 എന്ത് ചെയ്യാണ്? കൂടി വരുവാണ്. അതായത് നമ്മളുടെ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെയും 2 എക്സ്ട്രീം വാല്യൂസിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഇതെന്തായിരിക്കും? ഇങ്ങോട്ടും കൂടുതലായിരിക്കും. അതായത് ഇവിടെ 24 കൂടി 21 കൂട്ടി എത്ര വരും? 45% നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സി കൊടുക്കാം. അപ്പോൾ ഇത് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം? വളരെ വേഗത്തിൽ ചെയ്യും. ഇങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുള്ള ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് പ്രയാസമായിരിക്കും. എന്നാൽ ചെയ്ത് പഠിച്ചവർക്ക് വളരെ ഈസി ആയിട്ട് 7 3 റേഷ്യോ. ഓക്കെ, 7ൻ്റെ താഴെ നമുക്ക് എന്താണ്? 15, 24, 3ൻ്റെ വാല്യൂ 9 ആണെങ്കിൽ 7ൻ്റെ വാല്യൂ 21, 27, 21, 45 നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 100 ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴുള്ള വാല്യൂ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100 ചെയ്യാൻ പറ്റും. അടുത്ത സി ജി എല്ലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്സഡ് എക്സിന്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സി ജി എല്ലിന് പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ MTS പഠിക്കുന്നവരായിക്കോട്ടെ, GD പഠിക്കുന്നവരായിക്കോട്ടെ, അവരെല്ലാവരും പഠിച്ചേ പറ്റും. കാര്യം ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും നിങ്ങളുടെ എക്സാമിന്. മിക്സഡ് എക്സിന് ഒരു മന്ത്ലി ഇൻകം കൊണ്ട് എത്രയാണ്? ഇത്രയും രൂപ, ഡോളർ എന്തോ ആയിക്കോട്ടെ. മന്ത്ലി എക്സ്പെൻഡിച്ചർ ഇത്രയാണ്. നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്തു? സാലറി ഇത്രയും കൂടി 12%, എക്സ്പെൻഡിച്ചർ ഇത്രയും കൂടി, സേവിങ് എത്ര കൂടി. അപ്പം അങ്ങനെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് എക്സ്പെൻഡിച്ചറിൻ്റെ സേവിങ്ങിൻ്റെ റേഷ്യോ വേണം. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഇൻകം എത്രയാണ്? 26,500 അതിനകത്ത് 20,500 എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് മതി? റേഷ്യോ മതി, ഇവരുടെ റേഷ്യോ മതി. ഇപ്പോൾ 265 ഉണ്ടെങ്കിൽ 200 കളയാം. 265 ഉണ്ടെങ്കിൽ 205 എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ എക്സ്പെൻഡിച്ചറാണ്. അപ്പം ഞാൻ റേഷ്യോ കൊടുക്കുകയാണ്. 265 റേഷ്യോ 205. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 5 53, ഇവിടെ 5 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 41. അതായത് 53 ടോട്ടൽ ഇൻകം കിട്ടിയാൽ 41 എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം 41 സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കി എത്ര? 12 സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എക്സ്പെൻഡിച്ചറിൻ്റെ സേവിങ്ങിൻ്റെ എന്ത് കിട്ടി? റേഷ്യോ കിട്ടി. എക്സ്പെൻഡിച്ചറിന് താഴെ നമുക്ക് എത്ര ഇൻക്രീസ് ചെയ്യുന്നത്? എക്സ്പെൻഡിച്ചർ 6 ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. +6 എഴുതി. സാലറി എന്ത് ചെയ്യുന്നു? സാലറി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം ആണ്. ഇപ്പോൾ ടോട്ടൽ എഫക്റ്റ് ഇവിടെ ആണ് എഴുതുന്നത്. എത്ര കൂടുന്നത്? 12 കൂടി. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് 6 യൂണിറ്റ് ആണ്. ഇപ്പോൾ 12ൻ്റെ വാല്യൂ 6 ഇവിടുത്തെ റേഷ്യോയിലെ 12ൻ്റെ വാല്യൂ 6 അതായത് ഇതിൻ്റെ പകുതിയാണ്. 12ൻ്റെ വാല്യൂ 6 ഇതിൻ്റെ പകുതിയാണ്. 41 എന്ന് പറഞ്ഞാൽ 41ൻ്റെ പകുതി ആയിരിക്കും. 12ൻ്റെ പകുതി ആയതുകൊണ്ട് 40 പകുതി ഇത് എത്ര? 20.5 ആയിരിക്കും. അപ്പോൾ 6ൽ നിന്ന് ഇങ്ങോട്ട് കൂടുവാണ്. ഇപ്പോൾ 20.5 12ൻ്റെ കൂടെ കൂട്ടി സേവിങ്സിൻ്റെ എത്ര ഇൻക്രീസ് ചെയ്യുന്നതെന്ന് ഇവിടെ കിട്ടും. ഇപ്പോൾ 12ഉം 20 വരെ എത്രയാണ്? 32.5. നിങ്ങൾക്ക് 100 വെച്ച് ചെയ്ത് നോക്കിയിട്ട് കാൽക്കുലേഷൻ്റെ വ്യത്യാസം കാണും. ചില ക്വസ്റ്റ്യനൊക്കെ നല്ല കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ വരും. അതൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? 26,500 ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റേഷ്യോ എടുത്താൽ മതി. കാര്യം ഇവിടെ നമുക്ക് എന്താ എഴുതുന്നത്? ആ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ സേവിങ്ങിൻ്റെ റേഷ്യോ ആണ് നമ്മൾ എഴുതുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ ഇത്രയും പഠിച്ചു, നിങ്ങൾ പെർസെൻറ്റേജ് സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം ഓഫ് എംപ്ലോയി 30% മോർ ദാൻ ദ എക്സ്പെൻഡിച്ചർ. ഇൻകം ഇൻക്രീസ് ബൈ ഇത്രയും, എക്സ്പെൻഡിച്ചർ ഡിക്രീസും ഇത്രയും. ദെൻ വാട്ട് പെർസെൻറ്റേജ് സേവിങ്സ് ഓർ ഡിക്രീസ് ഓർ ഇൻക്രീസ്. ഇപ്പോൾ പെർസെൻറ്റേജ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അലിഗേഷൻ വെച്ച് ചെയ്താൽ മതി. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. അതായത് വാല്യൂ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് 100 വെച്ച് ചെയ്യാം. ഇത് നമ്മളുടെ സെലക്ഷൻ പോസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇൻകം ഓഫ് എംപ്ലോയീസ് 20% മോർ ദാൻ ഹിസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇൻകം 30% മോർ ദാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ 100 ആണെങ്കിൽ ഇൻകം എത്രയാണ്? 130. അപ്പോൾ സേവിങ് എത്ര വരും? 30 വരും. അപ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചറിൻ്റെയും സേവിങ്ങിൻ്റെ എന്ത് എഴുതാം? റേഷ്യോ എഴുതാം അല്ലേ? ഇൻകം 100 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ 100 ആണെങ്കിൽ അതിനേക്കായി 30% കൂടുതലാണ്. അപ്പോൾ 30% 30. ഇൻകം 130 വരും. 130 ഇൻകത്തിൽ 100 എക്സ്പെൻഡിച്ചർ നടത്തിയാൽ 30 ആയിരിക്കും സേവിങ്. അപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടി 100/30, അല്ലെങ്കിൽ നമുക്ക് 10/3 എഴുതാം. ഇതാണ് എക്സ്പെൻഡിച്ചറിൻ്റെയും സേവിങ്ങിൻ്റെയും റേഷ്യോ. ടോട്ടൽ 13ൽ 10 അയാൾ എന്ത് ചെയ്യും? ചിലവാക്കും. 3 എന്ത് ചെയ്യും? അതിൽ സേവ് ചെയ്യും. ഇൻകം ഡിക്രീസസ് ബൈ 10%. ഇവിടെ ഡിക്രീസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻകം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എഫക്റ്റ് ആണ് 10%, -10 അവിടെ എഴുതി. എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്തു? ഇൻക്രീസസ് ബൈ 3%. ഇവിടെ 3 എഴുതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ
സേവിങ് എന്ത് ചെയ്യും, ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ? എന്തായാലും ഡിക്രീസ് ആയിരിക്കും. കാര്യം 3-ൽ നിന്നും കുറഞ്ഞു വന്നാണ് -10 എത്തിയത്. ഇനി ഇങ്ങോട്ടുള്ള വാല്യൂ എന്തായിരിക്കും, കുറവായിരിക്കും. കാര്യം ഇതും ഇതും രണ്ട് എക്സ്ട്രീം, ഒന്ന് ലോവസ്റ്റ് ആണെങ്കിൽ ഒന്ന് ഹയസ്റ്റ് ആണ്. നമ്മൾ ഡിക്രീസ് തന്നെ ആയിരിക്കും, ഇൻക്രീസ് എന്തായാലും വരത്തില്ല. ഇതിലേതാണ് ഡിക്രീസ് അല്ലെങ്കിൽ ഇൻക്രീസ് എന്നാണ് കിട്ടേണ്ടത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ എത്ര വരുന്നത്, 3ന്റെ വാല്യൂ ആണ് ഇവിടെ. 3-ൽ നിന്നും എത്ര എത്തി, 0-ൽ എത്തിയിട്ട് പിന്നെ -10 എത്തി. അതായത് 13 യൂണിറ്റിൻ്റെ ഡിഫറൻസ് ആണ്. 3ന്റെ വാല്യൂ 13 ആണ്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ വാല്യൂ വേണം, 10ന്റെ വാല്യൂ ആണ്. 10 എന്ന് പറഞ്ഞാൽ 130/3. 130/3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, 130/3 എന്ന് പറയുമ്പോൾ 4-ഉം ബാക്കി 10/3 43 1/3 ആണ്. -10ൻ്റെ കൂടെ എന്ത് ചെയ്യും, വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇത് 41 1/3 ആണ്, അത് കുറയും. -10 -41 1/3 -53 1/3. അതായത് ഇവിടെ -53 1/3 എന്ന് വരും. അതായത് മൈനസ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 53 1/3% ഡിക്രീസ് ആണ്. ഇത് അലിഗേഷൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യും. നിങ്ങൾ 100 കൊടുത്ത് ചെയ്തൊന്ന് നോക്കുക, 100 കൊടുത്ത് ചെയ്ത് നോക്കുക, അന്നേരം മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ, 100 കൊടുത്ത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 100 കൊടുത്ത് ചെയ്യേണ്ടത് ആ ഒരു ഒറിജിനൽ വാല്യൂ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം, 100 കൊടുത്ത് ചെയ്യാം. അടുത്തത്, A 40 ലിറ്റർ മിക്സർ കണ്ടെയ്ൻസ് 25% ആൽക്കഹോൾ, 75% വാട്ടർ ആണ്. 10 liters of water are added to the mixer, then the percentage of alcohol in the new mixer. 40 ലിറ്ററിനകത്ത് 25% ആൽക്കഹോൾ 75 വാട്ടറും ആണെങ്കിൽ 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പം 40 1/4 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ലിറ്റർ ആൽക്കഹോളും ബാക്കി 30 ലിറ്റർ വാട്ടറുമാണ്. അപ്പോൾ 10 ലിറ്റർ വാട്ടർ ആഡ് ചെയ്ത് എന്താവും, ഇത് 40 ലിറ്റർ വാട്ടർ മിക്സർ, ദെൻ ദ പെർസെൻറ്റേജ് ആൽക്കഹോൾ. ടോട്ടൽ 50 ലിറ്റർ ആയി. അതിനകത്ത് എത്ര ഉണ്ട്, 10 ഉണ്ട്. 10/50 1/5 20% എന്തായിരിക്കും, നമ്മളുടെ ആൽക്കഹോൾ ആയിരിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അലിഗേഷനൊക്കെ ഇവിടെ ചെയ്യാം. പക്ഷേ ഇവിടെ അലിഗേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 40 ലിറ്റർ സൊല്യൂഷനകത്ത് അലിഗേഷൻ വെച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്, അലിഗേഷൻ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി വേണമെങ്കിൽ പറയാം. 40 ലിറ്റർ നമ്മളുടെ മിക്സറാണ്. മിക്സറിനകത്തോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്, നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു. വാട്ടർ എന്ന് പറഞ്ഞാൽ 40 ലിറ്ററും ആണ്, ഇത് ഒറിജിനൽ വാല്യൂ അവിടെ നിൽക്കട്ടെ. 25% അവിടുത്തെ എന്തിൻ്റെ, ആൽക്കഹോളിൻ്റെ കോൺസെൻട്രേഷൻ. നമ്മൾ ആഡ് ചെയ്യുന്ന വാട്ടറാണ്. വാട്ടറിലെ ആൽക്കഹോൾ കോൺസെൻട്രേഷൻ എത്രയാണ്, 0% ആണ്. ഇത് മനസ്സിലാവാത്തവർക്ക്, അലിഗേഷൻ കാണാത്തവർക്ക്, അറിയാത്തവർക്ക് ഇത് മനസ്സിലാവില്ല. അവർ ഈ ഒരു മെത്തേഡ് നോക്കുക. നമുക്ക് അലിഗേഷൻ ക്ലാസ് കാണുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് ടോട്ടൽ എത്രയാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ എത്ര വരുന്നത്, ഓക്കെ, ടോട്ടൽ എത്രയാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 40ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുന്നത്, 40ൻ്റെ കൂടെ 10 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ റേഷ്യോ എന്ത് വരും, 4:1 വരും. അപ്പോൾ ഈ ഒരു 5 യൂണിറ്റ് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് അലിഗേഷനാണ്, 5 യൂണിറ്റിൻ്റെ വാല്യൂ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റഡ് ആവറേജ് ചെയ്യാം. വെയിറ്റഡ് ആവറേജും അലിഗേഷനും ഒക്കെ സെയിം ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെയിറ്റഡ് ആവറേജ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 100/5 20 ആൻസർ കിട്ടും. വെയിറ്റഡ് ആവറേജ് അറിയാത്തവർക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ സം ബൈ നമ്പറാണ്. നമുക്ക് ആ പഠിക്കുമ്പോൾ പഠിക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഈ ഒരു കാര്യം അറിയുന്നവർ ഇത് ചെയ്താൽ മതി. ഒരു അലിഗേഷൻ പഠിച്ചിട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 5 യൂണിറ്റാണ് 25 എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പാണ് ഈ ഒരു റേഷ്യോയിൽ എന്ത് ചെയ്തേക്കുന്നത്, ഡിവൈഡ് ചെയ്തേക്കുന്നത്. 5 യൂണിറ്റ് 25 ആണെങ്കിൽ 1 യൂണിറ്റ് 5 ആണ്. 1ൻ്റെ വാല്യൂ 5 ആണ്. 25 0 കുറയുന്നതുകൊണ്ട് 25 - 5 20. അങ്ങനെയും ചെയ്യാം. ഇത് മനസ്സിലാവാത്തൊരു പേടിക്കേണ്ട. അലിഗേഷൻ പഠിക്കുമ്പോൾ എന്തായിക്കോളും, സെറ്റ് ആയിക്കോളും. യെസ്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലെവൽ 2 അടുത്ത ഒരു ലെവലിലോട്ട് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഹയർ ലെവലിൽ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് 0 to Hero ബാച്ചാണ്. നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഞാൻ പോകത്തില്ല. പെർസെൻറ്റേജിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. യെസ്. പിന്നെ ലേറ്റസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ ജാർ കണ്ടെയ്ൻസ് എ മിക്സർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഹാവിംഗ് 50% വാട്ടർ. എ പാർട്ട് ഓഫ് ദിസ് മിക്സർ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ മിക്സർ ഹാവിംഗ് 29% വാട്ടർ. ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇൻ ദ ജാർ ആഫ്റ്റർ റീപ്ലേസ്മെൻറ്റ് ഇത്രയാണ്, 36%. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഒറിജിനൽ മിക്സർ വാസ് റീപ്ലേസ്ഡ്. അതായത് 50% വാട്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 50% വാട്ടർ ഉണ്ടായിരുന്നു ഇനിഷ്യൽ. അതിനകത്തോട്ട് അനദർ മിക്സർ എത്രയാണ്, 29% വാട്ടറുള്ള മിക്സർ വെച്ച് എന്ത് ചെയ്തു, പാർട്ട് ഓഫ് ദിസ് മിക്സർ മാറ്റി. വാട്ട് ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇൻ ദ ആഫ്റ്റർ റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്തിലാണ് അലിഗേഷൻ ചെയ്യുന്നത്, അലിഗേഷൻ പഠിച്ചാലേ വരത്തുള്ളൂ കേട്ടോ. അലിഗേഷനും പെർസെൻറ്റേജും കുറച്ച് കണക്ഷനുള്ള ചാപ്റ്ററാണ്. അലിഗേഷനിൽ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പെർസെൻറ്റേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പം ഒട്ടും രക്ഷയില്ല. അലിഗേഷൻ അറിയത്തേ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഇത് കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല. അലിഗേഷൻ പഠിക്കുമ്പോൾ ക്ലിയർ ആയിക്കോളും. പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇൻ ദ ജാർ ആഫ്റ്റർ റീപ്ലേസ്മെൻറ്റ് എത്രയാണ്, 36 വന്നു. നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഇവിടെ 7 കിട്ടും, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 14 കിട്ടും. അതായത് റേഷ്യോ 1:2 എന്ന് വരും. അതായത് ഇനിഷ്യലി 1 ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്ര വെച്ചാൽ റീപ്ലേസ് ചെയ്യുന്നത്, 2 വെച്ചിട്ട്. പിന്നെ എത്ര വെച്ചിട്ടാണ് പെർസെൻറ്റേജ് വാട്ടർ ഇൻ ദ, ഓക്കെ, മിക്സർ റീപ്ലേസ് ബൈ അനദർ മിക്സർ. ഓക്കെ, അപ്പോൾ 2 വെച്ചിട്ടാണ് ഇനിഷ്യലി ഉള്ള മിക്സറിനകത്ത് നമ്മൾ 2 യൂണിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, ആണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് വാട്ട് ഫ്രാക്ഷൻ ഒറിജിനൽ മിക്സർ വാസ് റീപ്ലേസ്.
മിക്സർ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്ര വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്? 2 വെച്ചാണ് ചെയ്യുന്നത്. 2 വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. അതായത് നമ്മൾ വാട്ട് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. ടോട്ടൽ എത്ര വരും? ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ റീപ്ലേസ് ചെയ്ത് ഇനിഷ്യൽ. അപ്പോൾ അതായത് നമ്മൾ അലിഗേഷൻ ചെയ്യുന്ന സമയത്ത് ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ എടുത്തതിന് ശേഷം ആദ്യമേ നമ്മൾ ആ ഒരു മിക്സറിൽ നിന്ന് സാധനം എടുത്തു, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റേഷ്യോ എഴുതുന്നത്. ഒരിക്കലും നമുക്ക് ഇനിഷ്യൽ കേസിൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ആദ്യമേ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സാധനം എടുക്കുമ്പോൾ ഒരു മിക്സറിൻ്റെ ഒരു പ്രോപ്പർട്ടികളുണ്ട്. അതൊക്കെ മിക്സർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പറഞ്ഞു. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിലെ മാത്രമല്ല, ബാക്കി ചാപ്റ്റേഴ്സുമായിട്ടും, മാത്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ബാക്കി ചാപ്റ്റേഴ്സുമായിട്ടും ബന്ധമുണ്ട്. ഇത് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലാക്കി വെക്കുക. അലിഗേഷൻ അറിയാത്തവർക്ക് അലിഗേഷൻ ക്ലാസ് കണ്ട് പഠിക്കാം. ഓക്കെ, അലിഗേഷൻ ക്ലാസ് കണ്ട് പഠിച്ചാൽ ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആവും. അപ്പോൾ ഇത്രയും എടുത്തു കഴിഞ്ഞതിന് ശേഷം റേഷ്യോ അത് തന്നെ ആയിരിക്കും. ടോട്ടൽ എത്ര വരുന്നത്? ഇനിഷ്യൽ ഉണ്ടായിരുന്നതും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതും. അപ്പം രണ്ടെടുത്തു, എത്രയല്ലേ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? 1-ലല്ല, 1ഉം 2ഉം കൂടെ ചേർത്ത് 2 എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ അലിഗേഷൻ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? 1ഉം 2ഉം 3 ഉണ്ടായിരുന്നു. 3-ൽ 2ആണ് എന്ത് ചെയ്തത്? നമ്മൾ റീപ്ലേസ് ചെയ്തത്. ഇപ്പോൾ 2/3 പാർട്ട് എന്ത് ചെയ്യുകയാണ്? നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിലേലും കുഴപ്പമില്ല. നമ്മൾ അലിഗേഷൻ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ഡീറ്റെയിൽ ആയിട്ട് ആ കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. എല്ലാ എക്സാംസിനും വേണ്ടിയുള്ള, നിങ്ങൾ കണ്ടു കാണും, പല എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. റെയിൽവേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുകൊണ്ട് ഇതൊരു സിംഗിൾ എക്സാമിന് വേണ്ടിയുള്ളതല്ല, 0 to ഹൈ ലെവലിലുള്ള എല്ലാ എക്സാംസിനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ പ്ലേലിസ്റ്റിലെ പെർസെൻറ്റേജ് മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം മുതൽ എല്ലാം ചെറിയ ക്ലാസ്സിലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചെറിയ ക്ലാസ്സിലായിട്ടാണ് ചെയ്യുന്നത്. അത് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തൊരു പുതിയതായിട്ട് ഒരുപാട് പേര് അറിഞ്ഞു വരുന്നുണ്ട്, ഒരുപാട് പേര് നമ്മുടെ ചാനലിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം എന്ത് ചെയ്യുക? അത് കംപ്ലീറ്റ് ആക്കുക. ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കി തീർക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഏകലവ്യയുടെ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യാനായിട്ട് തരുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും, ഓരോ ക്ലാസ്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഷോർട്സ് ഉൾപ്പെടെ, ഷോർട്ട് വീഡിയോയും എല്ലാം കാണുക. മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമാവുന്നെങ്കിൽ ഉപകാരമായിക്കോട്ടെ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. യെസ്, ഓക്കെ.